പിന്നെ വേളാവൂർ ക്ഷേത്രത്തിൽ തൂക്ക മഹോത്സവമാണത്. ഈ പോകുന്നത് നമ്മളെ പിള്ളത്തൂക്കം എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളെയെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നത്, കുട്ടികളെ അപേക്ഷയായിട്ട് തൂക്കത്തിന് നിർത്തുന്നവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. വില്ലിന്മേൽ തൂക്കം എന്ന് പറയുമ്പോൾ അത് മുകളിലാണ് ഇതുപോലെ നല്ല ഉയരത്തിൽ പോകും. വലിയ വില്ലിന്മേൽ തൂക്കത്തിൻ്റെ വില്ലല്ല, നിറയെ ആളും ഉണ്ടായിരുന്നു. 100-140 ഓളം തൂക്കം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 120 തൂക്ക സമയത്താണ് അവിടെ എത്തി. നിറയെ ആളും ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബക്ഷേത്രമാണത്. വർഷത്തിൽ ഒരിക്കലേ പോവുള്ളൂ എങ്കിലും അങ്ങനെയൊക്കെ അവിടെയെല്ലാം കറങ്ങി നടന്ന് കുട്ടികളൊക്കെ കളിക്കുന്ന അവിടെയൊക്കെയുള്ള കളിപ്പാട്ട ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നു. അതുപോലെ തന്നെ വലിയ ആൾക്കാരെ കളിക്കാനുള്ള റൈഡുകളുണ്ടായിരുന്നു. ഞങ്ങളിതെല്ലാം കണ്ട് നല്ല കോയിൻ ആയിട്ടുള്ള ഇപ്പോൾ ഇത് കിട്ടും, പരിപ്പുവട, അതൊക്കെ മേടിച്ച് കഴിച്ച് കിടന്ന് കുറേ വേണ്ട നല്ല കുപ്പി വളകളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, തനി നാട്ടുമ്പുറത്തുള്ളവരെയൊക്കെ. പിന്നെ പോപ്കോൺ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് ഇത് ചപ്പ് ചവറ് കഴിക്കാനുള്ള ഒരുപാട് ഐറ്റംസുകൾ ആയിട്ട്. ഇത്രയും ആളിനെ ഒരു 2-3 വർഷമായിട്ട് അവിടെ പോയിട്ട് കണ്ടില്ല. പിന്നെ അവിടെ പോയി ഗോസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് കള്ള ലൈറ്റൊക്കെ കണ്ട് രണ്ടുപേരുടെ അവിടെ ഇറങ്ങി കിടന്ന്. മോളെ കൊണ്ടുപോയില്ല, മോളെ പറ്റിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അവളെ ട്യൂഷനാക്കിയിട്ട് ഞങ്ങൾ രണ്ടുകൂടെ അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി പരിപ്പ് വടയൊക്കെ മേടിച്ച് കഴിച്ച് എന്നിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് നിറയെ ആളും പേരും പാവക്കുട്ടികളും, മൊത്തം ഹിന്ദിക്കാർ തന്നെ അവിടെ ബിസിനസ്സുകാരൊക്കെ. ബംഗാളികൾ മാത്രമുണ്ട് ബിസിനസ് ചെയ്യാനായിട്ട്. പിന്നെ ബഡ ചെയ്തുണ്ടല്ലോ നമ്മളെ വജി